എല്ലാവർക്കും നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ജൂൺ മാസം ആരംഭിച്ചിരിക്കുകയാണ്. ജൂൺ മാസത്തിൽ 5200 രൂപ പണമായിട്ടും അതുപോലെ തന്നെ ഭക്ഷ്യ കിറ്റുകളുമൊക്കെയാണ് കേരളത്തിലെ ഓരോ ജനങ്ങൾക്കും ലഭിക്കുന്നത്. ഇത് സംബന്ധിച്ചുള്ള വിശദമായിട്ടുള്ള അറിയിപ്പുകൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നു. എല്ലാവരും വീഡിയോ പൂർണ്ണമായും തന്നെ കാണുക, ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്ക് വഴി വീഡിയോ കാണുന്നവർ ഫേസ്ബുക്ക് പേജ് കൂടി ഒന്ന് ഫോളോ ചെയ്യുക. വിശദമായിട്ടുള്ള അറിയിപ്പ് നോക്കാം. നമുക്കറിയാം, നമ്മുടെ സംസ്ഥാനത്ത് സാമൂഹ്യ സുരക്ഷാ ക്ഷേമ പെൻഷനുകളൊക്കെ വിതരണം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. മുൻപ് തന്നെ ഞാൻ പറഞ്ഞിരുന്നു, കറക്റ്റായിട്ടുള്ള പറഞ്ഞ ഡേറ്റിൽ തന്നെ തുകയുടെ വിതരണം ആരംഭിച്ചിരുന്നു. പക്ഷേ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് തുക എത്തി തുടങ്ങിയത് ഒരു ദിവസം താമസിച്ച് ആയിരുന്നു എന്ന് മാത്രമേ ഉള്ളൂ. പക്ഷേ ഇപ്പോൾ എല്ലാവരുടെയും ഒക്കെ ബാങ്ക് അക്കൗണ്ടുകളിലേക്കൊക്കെ തുക എത്തിയിട്ടുണ്ട് എന്നാണ് നമുക്ക് അറിയാൻ സാധിക്കുന്നത്. അങ്ങനെ തുക കിട്ടിയിട്ടുള്ള ആളുകൾ തീർച്ചയായിട്ടും വീഡിയോയ്ക്ക് താഴെ കമൻറ്റ് ബോക്സിലൊക്കെ ഒന്ന് അറിയിക്കുക. ജൂൺ മാസത്തിൽ നമുക്ക് 5200 രൂപ വരെയൊക്കെയാണ് ലഭിക്കാൻ പോകുന്നത്. നമുക്കറിയാം, ക്ഷേമ പെൻഷനൊക്കെ ചില വീടുകളിൽ വാർദ്ധക്യ പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകൾ ഒക്കെ ഉണ്ടെങ്കിൽ 2 ക്ഷേമ പെൻഷനൊക്കെ കിട്ടും. ഏകദേശം 3200 രൂപ വരെയൊക്കെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അതുപോലെ തന്നെ കൈകളിലേക്കും ഒക്കെ എത്തിച്ചേരും. ഇതിൽ കൈകളിലേക്ക് എത്തിച്ചേരുന്നത് മാത്രമാണ് ഇന്നു മുതൽ വിതരണം ആരംഭിച്ചിരിക്കുന്നത്. അത് 1-2 ദിവസത്തിനുള്ളിൽ തന്നെ പൂർണ്ണ തോതിലാവുകയും എല്ലാവരുടെയും ബാങ്ക് കൈകളിലേക്ക് തുക എത്തുകയും ചെയ്യും. അപ്പോൾ 3200 രൂപ ചില വീടുകളിലൊക്കെ ആണെങ്കിൽ തന്നെ 3200 രൂപ പെൻഷൻ ലഭിക്കുന്നുണ്ട് വാർദ്ധക്യ പെൻഷനൊക്കെ വാങ്ങുന്ന ആളുകൾ. ഇത് കൂടാതെ തന്നെ ഇനി അങ്ങോട്ട് അടുത്ത ഈ ഒരു ജൂൺ മാസത്തിൽ തന്നെ കിസാൻ സമ്മാൻ നിധിയുടെ തുകയുടെ വിതരണം ഉണ്ടാവുകയാണ്. പ്രത്യേകിച്ച് ലോക്സഭാ ഇലക്ഷൻ്റെ റിസൾട്ട് വരുന്നതിൻ്റെ പുറകെ തന്നെ ലോക്സഭാ ഇലക്ഷൻ റിസൾട്ട് വന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ കിസാൻ സമ്മാൻ നിധി തുകയും നമ്മളുടെ കൈകളിലേക്ക് എത്തും. ഏകദേശം 2000 രൂപ വീതമൊക്കെയാണ് വിതരണം. ഇതുകൂടാതെ തന്നെ തുകയുടെ വർധനവുമായി ബന്ധപ്പെട്ട നടപടികളും നിലവിൽ ഭരിക്കുന്ന സർക്കാർ തന്നെ അധികാരത്തിൽ വന്നാൽ ഉടനെ തന്നെ ഇതുമായി ബന്ധപ്പെട്ട നടപടികൾ ഉണ്ടാവും. ഇത് കൂടാതെ ഈ ഒരു കിസാൻ സമ്മാൻ നിധി നാളിതുവരെ മുടങ്ങിക്കടന്നിട്ടുള്ള ആളുകൾക്ക് അവർക്ക് വലിയ രീതിയിലുള്ള തുകയുടെ വിഹിതമൊക്കെ ലഭിക്കുകയും ചെയ്യും. 4-5 ഗഡുവൊക്കെ ലഭിക്കും. 10,000 8,000 ഒക്കെ ലഭിക്കും. അതും നൽകാൻ കേന്ദ്ര സർക്കാർ സന്നദ്ധരാണ്. അങ്ങനെ വരുമ്പോൾ 3200 രൂപ പെൻഷനും കിസാൻ സമ്മാൻ നിധിയുടെ 2000 രൂപയും കൂടെ കൂട്ടിക്കഴിയുമ്പോൾ ഏകദേശം 5200 രൂപയാണ് ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് എത്തുന്നത്. ഇത് കൂടാതെ തന്നെ കേന്ദ്ര സർക്കാരിൻ്റെ വിഹിതമായിട്ടുള്ള ഭാരത് റൈസ് 5 കിലോ 10 കിലോ പാക്കറ്റുകൾ ലഭിക്കും. ഇത് കൂടാതെ ഈ 5 കിലോ 10 കിലോ പാക്കറ്റുകൾക്ക് റേഷൻ കാർഡൊന്നും ഹാജരാക്കേണ്ട ആവശ്യമില്ല. ഇത് കൂടാതെ കെ റൈസ് സംസ്ഥാന സർക്കാരിൻ്റെ വിഹിതമായിട്ടുള്ള കെ റൈസും 30 രൂപ നിരക്കിലൊക്കെ ലഭിക്കുകയാണ്. അപ്പോൾ ഒരു ഭക്ഷ്യ കിറ്റൊക്കെ ആയിട്ടാണ് ഈ ഒരു റൈസ് നിങ്ങൾക്ക് ലഭ്യമാകുക, അല്ലെങ്കിൽ ഈ ഒരു അരി നിങ്ങൾക്ക് ഒരു ഭക്ഷ്യ കിറ്റ് രൂപത്തിലൊക്കെ ആയിരിക്കും ലഭിക്കുക. അപ്പോൾ എന്തുതന്നെയായാലും ഈ ആനുകൂല്യങ്ങളൊക്കെ ബാങ്ക് അക്കൗണ്ടുകളിലേക്ക് അതുപോലെ തന്നെ കൈകളിലേക്ക് ധാന്യ വിഹിതങ്ങളൊക്കെ ആയിട്ടും ലഭ്യമാകുന്ന ഒരു സാഹചര്യമാണ്. വളരെ പ്രധാനപ്പെട്ട വാർത്താ അറിയിപ്പാണ്. കിസാൻ സമ്മാൻ നിധി തുകയുടെ വിതരണം മാത്രം ഏത് ദിവസം കറക്റ്റായിട്ട് കിട്ടുമെന്ന് ഇത് പറഞ്ഞിട്ടില്ല. പക്ഷേ ഈ ഒരു ലോക്സഭാ റിസൾട്ട് വരുന്നതോടുകൂടി തന്നെ ഇതിൻ്റെ വിതരണം ഉണ്ടാകും എന്നുള്ളൊരു കാര്യം കൂടി പൊതുജനങ്ങളൊന്ന് പ്രത്യേകം മനസ്സിലാക്കി വെക്കുക. ഈ ഒരു കാര്യങ്ങളൊക്കെ വളരെ പ്രധാനപ്പെട്ടതാണ്. എന്തെങ്കിലും സംശയങ്ങളൊക്കെ ഉണ്ടെങ്കിൽ ചോദിക്കാം, കാണുന്ന മറിക്ക് മറുപടി തരാം. വീഡിയോ ഇഷ്ടപ്പെട്ട ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, വീഡിയോ ലൈക്ക് ചെയ്യുക. മറ്റൊരു ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതുവരേക്കും ബൈ ഫ്രണ്ട്സ്.